ഇങ്ങോട്ട് നോക്കിയാലും അങ്ങോട്ട് നോക്കിയാലും എങ്ങോട്ട് നോക്കിയാലും മലയുള്ള വയനാടിലെ അഗ്രഹാര റിസോർട്ടിലാട്ടോ നമ്മളിന്ന് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ കുറേ ആൾ ചോദിച്ചില്ലേ ഏത് റിസോർട്ടിലേക്കാണുള്ളത്. അപ്പം നമ്മൾ ഈ റിസോർട്ടിലേക്കാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കുറേ ഏക്കർ സ്ഥലത്താണ് ഈ ഒരു റിസോർട്ട് ഉള്ളത്. കുറേ കോട്ടേജ് ഉണ്ട്, കുറേ കുഞ്ഞു കുറേ കോട്ടേജ് ഉണ്ട്. നമുക്ക് തന്നെ ഒരു 9 കോട്ടേജോളം അവർ തന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ ഫാമിലിക്ക് മാത്രമുള്ള കോട്ടേജ് കേട്ടോ. അപ്പം അതിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെയാണുള്ളത്. കാണാൻ തന്നെ എന്താ രസം, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് നമ്മൾ ഓരോ കോട്ടേജ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഫുഡൊന്നും അങ്ങനെ കൊണ്ടുപോയിട്ടൊന്നും ആവശ്യമില്ല കേട്ടോ. ഇവിടെ നാച്ചുറൽ ആയിട്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. മാങ്ങയായിട്ടും ചക്കയായിട്ടും പേരക്കായിട്ടും പിന്നെ നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വേറൊരു പ്രത്യേകത, ഓരോ കോട്ടേജിന്റെ മുന്നിലും ഓരോ ഊനാല് വീതം ഉണ്ട്. കൂടാതെ തന്നെ കിഡ്സിന് പ്ലേ ചെയ്യാനുള്ള പ്ലേ ഏരിയ ഉണ്ട്. എന്റെ വീട്ടിലെ കുട്ടികളാണ് ഇതിൽ ഊനാലാടിയിട്ടും സിസോയിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളെ കാര്യപരിപാടിയിലേക്ക് കിടക്കാട്ടോ. ഉച്ചക്ക് നമ്മൾ ഫുഡ് ഇവിടുന്നാണ് കഴിക്കുന്നത്. നമ്മൾ കൊണ്ടുവന്ന ഫുഡാണ്. ഇവിടെ തന്നെ നമുക്ക് ഫുഡ് അവൈലബിൾ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇതുപോലെ വീട്ടിൽ നിന്നാക്കിയിട്ട് കൊണ്ടുവന്നാലും മതിയാകും. ഇതിന് ശേഷം നമ്മൾ ഇനി അടുത്തത് പൂളിലേക്കോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് രാവിലെ എണീച്ചിട്ട് കുളിക്കാൻ പറഞ്ഞാൽ കുളിക്കാത്ത ടീംസായിട്ട് ഇവിടെ വന്ന ഉടനെ പൂളിൽ ഒരു ആർമാദിക്കുന്നത്. ഇതാ ഈ ഒരു മുതലിനാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കുളിയുന്നതിനൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ കളിക്കാൻ തുടങ്ങി നമ്മൾ ഹാർവെസ്റ്റിലേക്ക് ഇറങ്ങി കേട്ടോ. എൻ്റെ കെട്ടിയാൻ ഇത് നമുക്ക് ഓരോ ഇങ്ങനെ പഴങ്ങൾ ഇങ്ങനെ പറിച്ച് തരുന്നുണ്ട്. ഇത് ഈ ഒരു പഴം ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. നമ്മൾ ഉപ്പാൻ്റെ തോട്ടത്തിക്കാർ പറിക്കുന്ന പോലെ ഇത് ചോദിക്കാണ്ടും പറയാണ്ടും പറിച്ചിട്ട് എല്ലാവരും തിന്നുന്നത്. അപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ പേര് അറിയുന്നവർ കമൻറ്റ് ചെയ്യട്ടോ. നല്ല മധുരമുണ്ട്, നല്ല തെരി പോലത്തെ ഒരു സംഭവം ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ നമ്മളെ കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു റിസോർട്ടിൻ്റെ ഫുൾ ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ആരപ്പുറമാണെങ്കിലും വന്നിട്ട് ഒരു ഡേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റിസോർട്ട്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനേ അല്ല കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഡോർ ഗെയിംസും ഔട്ട്ഡോർ ഗെയിംസും ഒക്കെ നമുക്ക് കളിക്കാനുള്ള ഏരിയാസൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് റിസോർട്ടിലേക്കുള്ള റേറ്റ് വന്നിട്ടുള്ളത് 30 പേർക്കുള്ള പാക്കേജ് ആട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അതിന് 30,000 രൂപയാണ് ആയത്. ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. പക്ഷേ നമ്മൾ കുട്ടികളൊക്കെ അടക്കം 45 പേരുണ്ടായിനി. അപ്പോൾ രാത്രി ആയപ്പോൾ എല്ലാവരും ഇൻഡോർ ഗെയിംസും അതുപോലെ തന്നെ ഔട്ട്ഡോർ ഗെയിംസും പാട്ടും കളിയും ഡാൻസും ഒക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗ്രില്ലാക്കാനുള്ളത്. അതിൻ്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. അതിന് നമ്മൾ എക്സ്ട്രാ റേറ്റ് കൊടുത്താൽ മതിയാകും. ഇവരെല്ലാം സെറ്റാക്കി തരും. ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ അവർ സെറ്റാക്കി തരും. നമ്മൾ പിന്നെ നാട്ടിൽ നിന്ന് ചിക്കനൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാട്ടോ ചെയ്തത്. അങ്ങനെ നമ്മൾ ഫുൾ അടിപൊളിയായിട്ടാണ് കേട്ടോ ഈ ഒരു റിസോർട്ടിൽ വൺ ഡേ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ടൂർ തന്നെ പറയാട്ടോ. ആ പാട്ടും കളിയും ഡാൻസും ഒക്കെയായി നമ്മളെല്ലാ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഒരു ഡേ അടിപൊളിയാക്കിയിരുന്നു നമ്മൾ തിരിച്ചു വന്നട്ടാ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ.